ഹായ് ഹലോ. പിൻഹോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്തെങ്കിലും മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ, കൂടാതെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമുക്കറിയേണ്ടത്. ഈ സീരീസിലെ 11ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. നമ്മളിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ നമ്മളൊരു എത്ര ദിവസം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ, ഒന്ന്. രണ്ട്, നമ്മൾ ഇതിന് ശേഷം എന്തെങ്കിലും മരുന്നുകൾ തൽക്കാലത്തേക്ക് ഇത്ര 2 വീക്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടോ? പ്രിക്കോഷൻസ് ഇതിനൊരു ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. എല്ലാ ഫുഡും കഴിക്കാം, ട്രാവൽ ചെയ്യാം. നമ്മൾ പറയാറുള്ളത് വലിയ വെയിറ്റ് എടുക്കുന്നത് ഒരു 3-4 ദിവസത്തേക്ക് ഒഴിവാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ വയസ്സിനൊക്കെ നീർക്കെട്ട് ഉള്ള ടൈപ്പ് ആണെങ്കിൽ സാധാരണ രീതിയിൽ കുനിഞ്ഞോ കുളിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു വെയിറ്റ് എടുക്കുക, ഒരു ഫുൾ ബക്കറ്റ് വെള്ളം എടുക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയാണ് അബ്ഡോമിനൽ എക്സസൈസ്, ഇവിടെ പ്രഷർ വരുന്ന രീതിയിലുള്ള എക്സസൈസും സംഗതികളും ഒക്കെ ഒരു 3-4 ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് മാത്രം. പക്ഷേ സാധാരണ ജോലിക്ക് പോകുന്ന പ്രശ്നമില്ല. കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിന് ഇഷ്യൂ ഇല്ല, വീട്ടിലെ ജോലികൾ എടുക്കുന്ന ഇഷ്യൂ ഇല്ല. റെസ്റ്റ് എന്തായാലും ഇതിന് ആവശ്യമില്ല. 3-4 ദിവസത്തേക്കുള്ള അല്ലാതെ ചില പിന്നെ ഒരു ചെറിയ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ പോകാനുള്ള ഒരു 3-4 ദിവസത്തേക്കുള്ള സാധാരണ മെഡിസിൻസ്, ഒരു ആൻറ്റിബയോട്ടിക് 2-3 ദിവസത്തേക്ക് അത്രേ മെഡിസിൻസ് ആവശ്യമുള്ളൂ. ഹോർമോൺ മെഡിസിൻസ്, തൈറോയിഡിൻ്റെ ഹോർമോണൽ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു തടിപ്പിനെ വളരെ ചെറിയൊരു നൊടിയൂറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വളരെ ഹൈ ഡെഫിനിഷൻ, ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ വലിയ സ്ക്രീനിൽ പിന്നെ തലച്ചോറിൻ്റെ ഒക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ന്യൂറോ ലാബിൽ വലിയ സ്ക്രീനിൽ വളരെ സൂമിലാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായി ഈ നൊടിയൂറിനെ മാത്രമാണ് നമ്മളത് നശിപ്പിച്ച് കളയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ വേറെ ഒരു ഭാഗത്തേക്കും നമ്മൾ ആ നീഡിൽ കൊണ്ടുപോകുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തൈറോയ്ഡ് ഗ്രന്ഥിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ നൊടിയൂറിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ചികിത്സയിൽ ട്രീറ്റ് ചെയ്യുന്നത്.